നിലമ്പൂർ സ്ഥാനാർത്ഥി സഖാവ് സ്വരാജ് നായർക്ക് എന്താണ് പണി? സ്വരാജ് ആണ്, അതായത് സ്വരാജ് മുരളീധരൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. സഖാവ് ആയപ്പോൾ നായരൊക്കെ മാറ്റി സ്വരാജ് എന്നാക്കി മാറ്റി. അദ്ദേഹത്തിന് എന്താണ് വരുമാന മാർഗം? എന്തെങ്കിലും ജോലി ഉള്ളതായിട്ട് നമുക്ക് ആർക്കെങ്കിലും അറിയോ? എനിക്കറിയില്ല. എന്തായാലും സ്വരാജുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ജിതിൻ ജേക്കബ് എന്ന് പറയുന്ന സ്ഥിരമായി ഫേസ്ബുക്കിൽ കൃത്യമായി നിഷ്പക്ഷമായി കാര്യങ്ങൾ എഴുതുന്ന ഒരാളാണ് ജിതിൻ കെ ജേക്കബ്. അദ്ദേഹം ചില കാര്യങ്ങൾ എഴുതുന്നുണ്ട്. ഒരു ആക്ഷേപഹാസ്യ രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതിൽ ഗൗരവമായ ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സഖാവ് സ്വരാജ് നായർക്ക് എന്താണ് പണി? രാവിലെ എഴുന്നേറ്റാൽ ഉടൻ സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന ഹമാസ് തീവ്രവാദികളെ വെള്ളപൂശും. രാവിലെ 11 മണിക്ക് ശബരിമല വിശ്വാസത്തെ അവഹേളിക്കും. ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതിന് മുൻപ് 51 വെട്ടി മനുഷ്യനെ കൊല്ലുന്നതിനെ ന്യായീകരിക്കാൻ പുളിച്ച സാഹിത്യം വിളമ്പും. 4 മണിക്ക് നിരപരാധികളെ മതം നോക്കി ഭീകരാക്രമണത്തിലൂടെ കൊല്ലുന്ന തീവ്രവാദികൾക്കെതിരെ സൈനിക നടപടി അരുതേ, യുദ്ധം അരുതേ എന്ന് പറഞ്ഞു മോങ്ങും. വൈകിട്ട് കവലപ്രസംഗത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ ആഞ്ഞടിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ താക്കീത് ചെയ്യും. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അംബാനിയും അദാനിയും പോലുള്ള കുത്തക മുതലാളിമാർ വാങ്ങിക്കുന്ന അമേരിക്കൻ നിർമ്മിത ബൂർഷ്വാ കുത്തക കാറിൻ്റെയൊക്കെ പണം ഉണ്ടായിരുന്നു എങ്കിൽ എത്ര പാവപ്പെട്ടവരുടെ പട്ടിണി മാറ്റാമായിരുന്നു എന്നാലോചിച്ച് സഖാവ് കണ്ണീർ പൊഴിക്കും. വേലയും കൂലിയും ഇല്ലെങ്കിലും അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾക്ക് എതിരെ ദിവസവും ആഞ്ഞടിക്കുന്ന ലളിത ജീവിതം നയിക്കുന്ന സഖാവ് സ്വരാജ് നായർക്ക് 36 ലക്ഷം രൂപയുടെ അമേരിക്കൻ നിർമ്മിത കാറ് സ്വന്തമായി ഉണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം മാത്രം. സഖാവ് ആ ബൂർഷ്വാ ഉൽപ്പന്നം വാങ്ങാൻ വേണ്ടിയാണെങ്കിലും നികുതി അടച്ചല്ലോ. പണിയെടുത്ത് ജീവിക്കാത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് 36 ലക്ഷം രൂപയുടെ അമേരിക്കൻ നിർമ്മിത കാർ എങ്ങനെ വാങ്ങാൻ കഴിയുന്നു എന്നത് സൗജന്യ കിറ്റിനായി റേഷൻ കടയുടെ മുന്നിൽ ക്യൂ നിൽക്കുന്ന അന്തം കമ്മി അണികൾക്ക് കൂടി പറഞ്ഞു കൊടുക്കണം സഖാക്കളെ. അക്കാര്യത്തിലെങ്കിലും സോഷ്യലിസം നടപ്പാക്കണേ. 36 ലക്ഷം വരെയുള്ള അമേരിക്കൻ നിർമ്മിത കാർ വാങ്ങുന്നത് ആഡംബര ജീവിതം അല്ല എന്ന് പാർട്ടി കോൺഗ്രസിൽ തീരുമാനമെടുത്തോ എന്നറിയില്ല. ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ട് മകൾക്ക് ബാംഗ്ലൂരിൽ IT കമ്പനി തുടങ്ങുന്നത് പോലത്തെ മറ്റൊരു മഹാത്ഭുതമാണ് ഇത്. 36 ലക്ഷം രൂപയുടെ അമേരിക്കൻ നിർമ്മിത കാറിൽ സഞ്ചരിച്ചുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെയും തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ബൂർഷ്വാ കുത്തക കമ്പനികൾക്കെതിരെയും പോരാടുന്ന എല്ലാത്തിനുമുപരി ലളിത ജീവിതം നയിക്കുന്ന സഖാവ് സ്വരാജ് നായർ പാവങ്ങളുടെ മറ്റൊരു പടത്തലവൻ തന്നെ. എന്നാലും 36 ലക്ഷം രൂപ ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര പാവപ്പെട്ടവരുടെ പട്ടിണി മാറ്റാമായിരുന്നു. കാരണഭൂതന്റെ പിൻഗാമി ആരെന്നതിനെക്കുറിച്ച് ഇനി ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇങ്ങനെയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ശരിയാണ്, ബൂർഷ്വകളെന്ന് വിളിച്ച്, എന്നിട്ട് അമേരിക്കയിൽ പോയപ്പോൾ ഒരു പാട്ട കസേരയൊക്കെ പിണറായി വിജയന് കൊടുത്ത് അദ്ദേഹത്തെ ഇരുത്തിയിരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ടൈംസ് സ്ക്വയറിന്റെ മുന്നിൽ പാട്ട കസേരയിൽ പിണറായി വിജയനെ ഇരുത്തിയത് കമ്മികൾക്ക് വലിയ നാണക്കേടൊക്കെ ഉണ്ടായി. ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ പോകുമ്പോൾ പാസ് വെച്ചൊക്കെയാണ് കാരണം അത്രത്തോളം ആളുകളാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ, അദ്ദേഹത്തെ കാണാനായിട്ട് വരുന്നത്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി പോകുമ്പോൾ എന്താണെന്ന് അറിയില്ല. അമേരിക്കക്കാർക്ക് മുഖ്യമന്ത്രിയെ വലിയ അറിവില്ല എന്ന് തോന്നുന്നു. മുഖ്യമന്ത്രിയുടെ വീരകഥകൾ അവർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ നെഞ്ചു വിരിച്ച് സഞ്ചരിച്ച ഇരട്ടച്ചങ്കനാണ് എന്ന് അമേരിക്കക്കാർക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ട് അമേരിക്ക എവിടെ ഇരുന്ന് കുറ്റം പറയുകയും ട്രംപിനെ വരെ MA ബേബിയും സ്വരാജും ഒക്കെ താക്കീത് ചെയ്യുകയും ട്രംപിൻ്റെ പണി തെറിപ്പിക്കുമെന്നൊക്കെ MA ബേബി പറയാതെ പറയുന്നത് പിണറായിയുടെ പണി തെറിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ പദവി, ഇപ്പോൾ ഇരിക്കുന്ന പദവി പോലും പോകും. അതുകൊണ്ട് ട്രംപ് കേൾക്കൂലല്ലോ. പറഞ്ഞാലും ട്രംപ് അറിയാനൊന്നും പോലെ MA ബേബി ആരെന്ന് ചോദിച്ചാൽ പോലും ട്രംപിന് അറിയില്ല. അതുകൊണ്ട് ട്രംപ് ഇത് അറിയാനും പോലെ. അപ്പോൾ എവിടെ ഇരുന്ന് എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് MA ബേബി അടക്കമുള്ള ആളുകൾ അമേരിക്കയെക്കുറിച്ച് പറയുകയും ചെയ്യും. മക്കളെ പഠിപ്പിക്കുന്നത് അമേരിക്കയിൽ, മക്കൾക്ക് ജോലി കിട്ടുന്നത് അമേരിക്കയിൽ, കേരളത്തിലെ ആരോഗ്യമേഖല മികച്ചതെന്ന് പറഞ്ഞിട്ട് മന്ത്രിമാരെല്ലാം കൂടി മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവരെ കറങ്ങാൻ പോകുന്നതും ആശുപത്രി കാണിക്കുന്നതും ചികിത്സ നേടുന്നതും അമേരിക്കയിൽ. ഇവിടെ ഇരുന്നു കൊണ്ട് ഹമാസിനെയും വലിയ കടിച്ചാ പൊട്ടാത്ത വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് ജനാധിപത്യത്തെ ഒക്കെ ഇങ്ങനെ മുറുകെ പിടിച്ച് സംസാരിക്കുന്ന സ്വരാജ് 36 ലക്ഷം രൂപയുടെ
അമേരിക്കൻ നിർമ്മിത കാറിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ അമേരിക്കൻ നിർമ്മിത കാറിൽ കയറുമ്പോൾ മൂർച്ചകളൊന്നും പ്രശ്നമില്ലായിരിക്കും അല്ലേ സഖാവേ? പ്രത്യേകിച്ച് ഈ 4 വോട്ടിന് വേണ്ടി ജാതിപ്പേരൊക്കെ മാറ്റി വെച്ച് സഖാവ് ഇങ്ങനെ എന്താ പറയുക നിഷ്പക്ഷനായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സമയമാണ്. സഖാവിന് ജോലിയും കൂലിയും ഉണ്ടോ എന്നുള്ളത് ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും മുഖ്യമന്ത്രിയുടെ മകൾക്ക് ബാംഗ്ലൂരിൽ ഒരു IT കമ്പനി മുഖ്യമന്ത്രി തുറന്നു കൊടുത്തു. അതിൻ്റെ പണം എവിടെ നിന്നെന്ന് ചോദിച്ചാൽ പിണറായി പറയും എല്ലാം ദൈവം തരുന്നു, ഞാൻ കൈനീട്ടി വാങ്ങുന്നു. അതുപോലെയാണ് സ്വരാജ് സഖാവും. എങ്ങനെയാണ് സഖാവെ 36 ലക്ഷം രൂപയുടെ കാർ വാങ്ങിയതെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും എല്ലാം ദൈവം തരുന്നു, ഞാൻ വാങ്ങുന്നു. അപ്പം ഇവർക്ക് ദൈവത്തിനെയൊക്കെ വേണം. നിരീശ്വരവാദമൊക്കെ പറഞ്ഞാലും അപ്പം ഇവർക്ക് ദൈവത്തെയൊക്കെ വേണം. കാരണം സ്വരാജിന്റെ തലക്കുറിയുമായി ഗോവിന്ദൻ മാഷ് പോയത് 3 തവണയാണ് മാധവ് പൊതുവാളിൻ്റെ അടുത്ത്. അവസാനം പറഞ്ഞു ഈ പടക്കവും ലഡുവും തൽക്കാലത്തേക്ക് തിരഞ്ഞെടുപ്പ് ദിവസം അത് കൂടുതൽ വാങ്ങാതെയും അതിനോട് അടുത്തേക്ക് പോകാതെ ഇരിക്കുന്നതാണ് നല്ലതെന്ന്. അത് 8 നിലയിൽ പൊട്ടുമെന്നാണോ അതോ 8 നിലയിൽ ജയിക്കുമെന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചതെന്നറിയില്ല. ശൈലജ ടീച്ചർ നിന്നപ്പോൾ ഇതുപോലെ ഗോവിന്ദ മാഷ് ഒന്ന് ഓടി. അവിടെ ചെന്നപ്പോൾ മാധവ് പൊതുവാൾ കേട്ട് അത് സമാധാനം കൊണ്ട് തിരിച്ചു വന്ന് പിണറായിയോട് പറഞ്ഞപ്പോഴാണ് പിണറായി പറഞ്ഞത് എന്നാൽ പിന്നെ ശൈലജ ടീച്ചർ നിൽക്കട്ടെ വടകരയെന്ന്. പാവം തോറ്റ് തുന്നം പാടി ഇപ്പോൾ വീട്ടിലിരിപ്പുണ്ട്. പി ജയരാജനെയും തോറ്റ് തുന്നം പാടിപ്പിച്ച് വീട്ടിലിരുത്തിയിട്ടുണ്ട്. ജയരാജന്മാരെല്ലാം ഒതുക്കി ഒരു മൂലയ്ക്ക് ഇരുത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് സ്വരാജാണ്. സ്വരാജ് എൻ്റെ മരുമോനാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്വരാജിനെ നിലമ്പൂരി നിർത്തണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചത്. അപ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുത്താതിരുന്നാൽ നാണക്കേട്, ഏറ്റെടുത്താൽ സ്വരാജ് ജയിക്കുമോ എന്നുള്ള ഭയവും ഈ രണ്ടും കൂടിക്കലർന്നപ്പോൾ വീണ്ടും മാധവ് പൊതുവാളിൻ്റെ അടുത്ത് ഗോവിന്ദനെ ഒന്ന് വിട്ടു. ഗോവിന്ദനെ വിട്ടപ്പോൾ MV ഗോവിന്ദൻ പോയിട്ട് എല്ലാമൊക്കെ നോക്കി കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു ആശാനെ ഒന്നും പേടിക്കണ്ട, എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച ദിശയിലേക്ക് തന്നെയാണ് പോകുന്നത്, ആശാനൊന്നും കൊണ്ടും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ആശാന് സമാധാനമായി. നിലമ്പൂരിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ സ്വരാജ് പോലും ഞെട്ടി. ഞാനോ എന്നെയോ എനിക്ക് ഈ പണി തരേണ്ടതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ സഹാവേ എന്ന് ചോദിച്ചു എന്നാണ് കേൾക്കുന്നത്. എന്തായാലും അൻവർ അവിടെ UDFനോടൊപ്പം നിൽക്കുന്നില്ല, സ്വതന്ത്രനായി മത്സരിക്കുകയാണ്. കാരണം TMCയുടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയില്ല, പത്രിക തള്ളിയ സ്ഥിതിക്ക് സ്വതന്ത്രനായി മത്സരിക്കുമെന്നാണ് പറയുന്നത്. UDF ആര്യാടൻ ഷൗക്കത്തിനെ വേറെ ആര് കാല് വാരിയില്ലെങ്കിൽ UDFനെ വാരിക്കോളൂ, അങ്ങേരുടെ കാല്. അപ്പോൾ അൻവറിൻ്റെ കുറേ വോട്ട് ഇതൊക്കെ കൂടി ചേരുമ്പോൾ സ്വരാജ് ജയിക്കാനുള്ള സാധ്യതയാണ്. അതായത് മുഖ്യനും മരുമകനും 8ൻ്റെ പണി കിട്ടും. ശൈലജ ടീച്ചറിനോടും ജയരാജന്മാരോടും കളിച്ചതുപോലെ ആയിരിക്കില്ല സ്വരാജിനോട് കളിച്ചാൽ. കാരണം സ്വരാജ് ജയിക്കും, അത് ഉറപ്പാണ്. എന്തായാലും ഇപ്പോൾ സ്വരാജിൻ്റെ 36 ലക്ഷം രൂപയുടെ കാറിൻ്റെ കണക്കാണ് ഒന്നറിയേണ്ടത്.